ജോസ് കെ മാണി എന്തു പറയുന്നു എന്നതിനപ്പുറത്ത് ഇവിടെ തന്നെയാണ് എന്ന ഒരു പ്രഖ്യാപനം നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനെ കണ്ടില്ല എന്നടിച്ച് ജോസ് കെ മാണിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? മാധു, അത് ഇപ്പൊ റോഷി അഗസ്റ്റിൻ, പ്രമോദ് നാരായൺ രണ്ടുപേരും കോട്ടയം ജില്ലയിലെ MLA-മാരല്ല. ഇവർ റോഷി അഗസ്റ്റി ഇടുക്കിയിലും പ്രമോദ് പത്തനംതിട്ടയിലെ റാന്നിയിലുമാണ് MLA ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവം എന്ന് അറിയാമോ? ഈ റോഷി അഗസ്റ്റിന് വീണ്ടും ഒരിക്കൽ കൂടി ഇടത് സ്ഥാനാർത്ഥിയായാലും ഇടുക്കിയിൽ നിന്ന് ജയിക്കാൻ കഴിയും. ഈ പ്രമോദ് നാരായണന് ഈ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം മാറിക്കഴിഞ്ഞാൽ പിന്നെ രാജീവ് അബ്രഹാമിനെ പോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ മണ്ഡലം അദ്ദേഹത്തിന് കിട്ടുക നിലനിർത്താൻ പറ്റൂല. ഈ രണ്ട് പൊളിറ്റിക്സുകാർ അവരുടെ വ്യക്തിപരമായ പൊളിറ്റിക്സ് അതാണ്. പിന്നെ ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം, കേരള കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അവർ പ്രോ കോൺഗ്രസും പ്രോ UDF-ഉമാണ്. ഒരിക്കലും അത് പ്രോ ലെഫ്റ്റ് വോട്ട് ബാങ്കോ അല്ലെങ്കിൽ പ്രോ കമ്മ്യൂണിസ്റ്റോ അല്ല. അവരൊരിക്കലും ആ ജനവിഭാഗം തന്നെ ഇറ്റ്സെൽഫ് അത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് താല്പര്യമില്ലാത്തവരും ഇടത് ആശയങ്ങളോട് താല്പര്യമില്ലാത്തവരുമാണ്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായ ഒരു സംവിധാനത്തിന്റെ പേരിൽ അവർ 80-ലായാലും ഈ കഴിഞ്ഞ 2021 ഇലക്ഷനിലൊക്കെ ആയാലും CPM-ഉം ഇടതുപക്ഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷമായിട്ട് യോജിച്ചെങ്കിലും അവരുടെ അടിസ്ഥാനപരമായ വോട്ട് ബാങ്കിന്റെ സ്വഭാവം, ക്യാരക്ടർ ഓഫ് ദെയർ ഫൗണ്ടേഷണൽ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ആന്റി ലെഫ്റ്റ് ആണ്, ആന്റി കമ്മ്യൂണിസ്റ്റ് ആണ്. ഇത് ജോസ് കെ മാണിക്ക് വളരെ നന്നായി അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ചാഞ്ചാട്ടം നടത്തുന്നത്. കാരണം കഴിഞ്ഞ തദ്ദേശ ഇലക്ഷൻ സംഭവിച്ചത് എന്താണ്? ഈ വോട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വോട്ട് മുഴുവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പോയി. അത് ഒഴുകി പോകുന്നത് ജോസ് കെ മാണി കണ്ടു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ CPM-ന്റെ കൂടെ, സത്യം പറഞ്ഞാൽ CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നിട്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടെ പരിഗണന LDF കൊടുക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പലരും പറയുന്നത്. എന്നിട്ട് പോലും പക്ഷേ ഈ അടിസ്ഥാന വോട്ട് ബാങ്കിനെ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് അറിയില്ല. കാരണം വെച്ചാൽ ഈ ദേശീയ രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയമൊക്കെ മാറി വരിക. ദേശീയ രാഷ്ട്രീയത്തിൽ പണ്ടത്തെ പോലെ കോൺഗ്രസിന് അത്ര വലിയ ഇതില്ല. പിന്നെ മാത്രമല്ല BJP ഭരണത്തിൽ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ, അത്തരം വിഷയങ്ങൾ വരുന്നു. അപ്പോൾ ഈ ഒരു ദേശീയ മതേതരധാരയോട് ചേർന്ന് നിൽക്കാനുള്ള സ്വാഭാവികമായൊരു ത്വര ഈ കേരള കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ട് ബാങ്കിനുണ്ട്. അതുകൊണ്ട് തന്നെ അവർ UDF-ന്റെയും കോൺഗ്രസിന്റെ ഒപ്പം ചേരും. അല്ലാതെ അവർക്ക് ഒരു ചോയ്സ് ഇല്ല. നമ്മളൊന്ന് മനസ്സിലാക്കുക, ഈ അതിരൂപം ഇപ്പോഴും ഒരു ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഹെജിമണിയുള്ള ഒരു പാർട്ടിയാണല്ലോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. അപ്പോൾ ക്രൈസ്തവ സമുദായത്തിന്റെ അല്ലെങ്കിൽ ക്രൈസ്തവ മതവിഭാഗങ്ങളുടെ അടിസ്ഥാനപരമായ ചോദന, ആ ഒരു ത്വര എന്ന് പറയുന്നത് അവരിന്ന് എക്കാലവും ഒരു പ്രത്യേകിച്ച് ഈ സിറിയൻ റോമൻ കത്തോലിക്കരുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ഇടത് വിരുദ്ധരായിരുന്നു. അപ്പോൾ അവരുടെ മനസ്സിലെപ്പോഴും ഈ താൽക്കാലികമായ ചില ചുറ്റുപാടുകളിൽ ഒരുപക്ഷെ ആ ലോയൽറ്റി ഒന്ന് ഷിഫ്റ്റ് ചെയ്താലും അവരുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് കോൺഗ്രസിനോട് UDF-നോട് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. അപ്പം മാത്രമല്ല, കോൺഗ്രസിനോട് UDF-നൊപ്പം നിൽക്കുമ്പോൾ അവർക്ക് കിട്ടിയ പ്രാമുഖ്യം നിങ്ങളൊന്ന് ആലോചിക്കുക. 82-ലെ കർണാടക മന്ത്രിസഭയിൽ കേരള കോൺഗ്രസിന് കിട്ടിയ വകുപ്പുകൾ നിങ്ങൾക്കറിയാമോ? റവന്യൂ, വിദ്യാഭ്യാസം, ധനകാര്യം. ഇത്രയും വലിയൊരു രാഷ്ട്രീയ ശക്തിയെ കേരള കോൺഗ്രസിൽ നിന്ന് മാറിയതാണ് 82-ലെ കർണാടക മന്ത്രിസഭയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് ക്രൈസ്തവ വിഭാഗത്തിനും കേരള കോൺഗ്രസുകളിലും മാറണമെങ്കിൽ കുറച്ചുകൂടെ നല്ല മണ്ണ് UDF-ന്റെ മണ്ണാണെന്നും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതാണെന്നും മാത്രമല്ല ഈ സഭാപിതാക്കന്മാർക്കൊക്കെ കോൺഗ്രസ് നേതാക്കളോടാണ് വ്യക്തിബന്ധം ഉള്ളത്. പിണറായി വിജയനേക്കാളിലൊക്കെ എത്രയോ വ്യക്തിബന്ധമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് ഈ സഭാപിതാക്കന്മാരെ. പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ ഇടതുപക്ഷത്താണ് തുടരുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ കൺഫ്യൂഷൻസും എഴുതുന്നതിലെ കുറച്ച് ക്ലാരിറ്റി ഇഷ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കി അങ്ങനെയൊന്നില്ല എന്നുള്ളത്. അല്ല, എങ്ങനെ അത് ആത്മഹത്യപരമായിരിക്കും മാധൂർ? സംശയമില്ല. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ജോസ് കെ മാണി LDF വിടാൻ തീരുമാനിച്ചില്ല എങ്കിൽ 100% അത് അദ്ദേഹത്തിന് ആത്മഹത്യാപരമായിരിക്കും. കാരണം പാലായിൽ നിന്ന് പോലും UDF സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം പാലായിൽ വന്നാൽ പോലും മാണി സി കാപ്പൻ ചിലപ്പോൾ എടുത്ത് സ്ഥാനാർത്ഥിയായിട്ട് അവർ വന്നാൽ ചിലപ്പോൾ തോറ്റു പോകുന്നുള്ള ഭയമുണ്ട് അദ്ദേഹത്തിന്. UDF-ൽ വരുവാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പൊ മറ്റേതെങ്കിലും സീറ്റ് കാഞ്ഞിരപ്പള്ളിയോ ചങ്ങനാശ്ശേരിയോ ഒക്കെ മത്സരിക്കേണ്ടി വന്നേക്കാം. അപ്പൊ അതുപോലെ ഈ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേരിടുന്ന പൊളിറ്റിക്കൽ ക്രൈസിസ് ശരിക്കും ഉണ്ടത്. അത് എവിടെ നിന്ന് മത്സരിക്കും എന്നുള്ള പോലും. അപ്പോൾ ഈ ഇടതുപക്ഷത്തിനെതിരെയുള്ള ജനവിരുദ്ധ വികാരം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്ത സ്ഥിതിക്ക് ഇനിയും അവിടെ നിൽക്കുന്നത് രാഷ്ട്രീയപരമായ ആത്മഹത്യ എന്നുള്ള ഒരു സംശയമില്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ച്. അത് അതിന്റെ രണ്ടാം ഘട്ട നേതാക്കന്മാരെല്ലാവരും പറയുന്നുണ്ട്.